എനിക്ക് തരാനിരുന്ന സർപ്രൈസ് തീർന്നിട്ടില്ല. ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം അവർ നേരെ കേക്ക്, ഹാപ്പി ബർത്ത്ഡേ ഡിയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനാകെ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ മാതിരി ഇരിക്കുക കേട്ടോ. ചിതികേച്ചി മോളും കൂടി പോയിട്ട് വാങ്ങിക്കൊണ്ടെന്നാണ് കേട്ടോ. എനിക്ക് അറിയില്ല ഞാൻ എന്താ പറയണ്ടേന്നുള്ളത്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ സർപ്രൈസ് കിട്ടുന്നത് കേട്ടോ. സത്യത്തിൽ എൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാതെ കിട്ടിയതാണ്. ചിലർ നമ്മളെ ലൈഫിലേക്ക് വരുമ്പം നരകമാണ് സമ്മാനിക്കുക, ചിലർ നമ്മളെ ലൈഫിലേക്ക് വരുമ്പം സ്വർഗമാണ് സമ്മാനിക്കുക. അങ്ങനെ കുറച്ച് സ്വർഗത്തിലുള്ള ഏഞ്ചൽസിൻ്റെ ഇടയിലാണ് കേട്ടോ ഞാൻ നിൽക്കുന്നത്. ഇത്രയും പ്യുവറായിട്ടുള്ള ആളുകളെ ഞാൻ എൻ്റെ ലൈഫിൽ ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ. എൻ്റെ ലൈഫിൽ ആരൊക്കെ വന്നിട്ടുണ്ടോ അതിൽ ഭൂരിഭാഗം പേരും പണി തന്നിട്ടേ പോയിട്ടുള്ളൂ. പക്ഷേ ഇവർ ഇത്രയും പ്യുവറായിട്ടുള്ള ഒരു എനർജി എനിക്ക് ഇവരിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത്രയും പ്യുവറായിട്ട് എനിക്ക് ആ എനർജി ഫീൽ ചെയ്യാനും പറ്റുന്നുണ്ട്. സ്വന്തം നമ്മുടെ സോൾമേറ്റ്സ്, ആ ഒരു ഫീൽ എനിക്ക് വരുന്നുണ്ട്. മിക്കവരും എന്താ പറയുക, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എത്രയൊക്കെ അടുത്ത് നിന്നാലും അവർ ചിരിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിലും എനിക്ക് അവരൊരു ഡിസ്റ്റൻസ് തോന്നുമായിരുന്നു. ഇവരോട് എനിക്കത് തോന്നിയിട്ടില്ല. കണ്ടോ, അവർ വീണ്ടും എനിക്ക് സർപ്രൈസുകൾ തന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പം അടുത്തതായിട്ട് തന്നത് എനിക്കൊരു ഡ്രസ്സാണ് കേട്ടോ. എനിക്ക് ദൈവത്തിനോട് ഒന്നേ പറയാനുള്ളൂ, താങ്ക് യു സോ മച്ച് ഫോർ ദ ബ്ലെസ്സിങ്. ഇത്രയും നല്ല ഫ്രണ്ട്സിനെ, ഇത്രയും നല്ല ഫാമിലീനെ എൻ്റെ ലൈഫിൽ എനിക്ക് കൊണ്ടു തന്നതിൽ ഐ എം സോ ഹാപ്പി. താങ്ക് യു സോ മച്ച്.